ഞങ്ങളൊരു സ്ഥലം വരെ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ വീടിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. നമുക്ക് ചുറ്റുപാടും വെള്ളം വന്നിട്ടുണ്ട്. അപ്പൊ ഇതെന്താണ് ഇത്രയ്ക്ക് വെള്ളം എന്നറിയില്ല, കാരണം ഇവിടെ നിർത്താതെ മഴയൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്ര വെള്ളം വന്നതെന്നറിയില്ല. പലരും പറയുന്നു ഡാം തുറന്നു വിട്ടിട്ടുണ്ടെന്നൊക്കെ പറയണം. അപ്പൊ നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ടെൻഷനാണ്. കാരണം 2018 പ്രളയം വന്നപ്പോൾ നമ്മുടെ വീടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് എന്നോണം നശിച്ചതാണ്. ഈ വീട്ടിലുള്ള സാധനങ്ങളും പഴയ വീടൊക്കെ തന്നെയായിരുന്നു, എന്നാലും നമുക്ക് ഉണ്ടായിരുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ആണെങ്കിലും എല്ലാം നശിച്ചു പോയിട്ട് നമ്മളിപ്പോൾ ഒരു വിധം ഒന്ന് കരയ്ക്ക് കയറി ഒരു ചെറിയൊരു ജീവിതമാണെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇനിയും ഇതുപോലെയൊക്കെ സംഭവിച്ചാൽ നമുക്ക് എന്ത് ചെയ്യുന്നു പോലും അറിയില്ല. പിന്നെ പോരാത്തതിന് ഇപ്പം നമ്മുടെ വർക്ക് സോളാർ ആയതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ഇരിപ്പുണ്ട്. ഇപ്പം ഇതൊക്കെ കൂടി മാറ്റാനും നമുക്ക് അത്ര നടപ്പുള്ള കാര്യമല്ല. ഇവന്മാർ കിടന്ന് തുള്ളിച്ചാടണം നോക്കണ്ട കേട്ടാ. ഇവന്മാർക്ക് ഇതിൻ്റെ സീരിയസ്നെസ് ഒന്നും അറിയില്ല. കാരണം ഈ വെള്ളം കയറിക്കഴിഞ്ഞാലുള്ള അവസ്ഥ ഞങ്ങൾക്ക് നന്നായിട്ട് അനുഭവിച്ചതുകൊണ്ട് കണ്ടതുകൊണ്ട് നമുക്ക് പേടിയാണ്. കുഞ്ഞുങ്ങൾക്ക് പിന്നെ ഇങ്ങനെ വെള്ളമൊക്കെ കാണാതിരുന്ന് കണ്ടുകൊണ്ട് അവരതിൽ കൂടെ ഇങ്ങനെ നടക്കണം എന്നുള്ളു. അപ്പം നമ്മളിത് ഇപ്പോൾ പറ്റാവുന്ന പോലെ സാധനങ്ങളൊക്കെ പിടിച്ചു വെച്ചു. ഞാനിങ്ങനെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോയപ്പോൾ അവിടുത്തെ അവസ്ഥ ഇത് തന്നെയാണ്. അപ്പം ഒന്ന് വെറുതെ ഒന്ന് വീഡിയോ എടുത്തു എന്നുള്ളൂ. ഇപ്പം ഞങ്ങളിങ്ങനെ വരുമ്പോഴേ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ വല്യമ്മയൊക്കെ ഇങ്ങനെ ആകെ വിഷമിച്ചൊക്കെ ഇരിക്കണം കേട്ടോ. കാരണം എല്ലാവർക്കും പേടിയാണ്. കാരണം ഇവിടെ പ്രളയം അത്രയധികം ബാധിച്ച സ്ഥലമാണ്. നമ്മൾക്കാണെങ്കിൽ ഈ പ്രളയമൊക്കെ വന്നിട്ടാണെങ്കിലും നമ്മളായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഓരോരോ സാധനങ്ങളൊക്കെയാണ് ഇപ്പം നമ്മുടെ വീട്ടിലുള്ള. വേറെ പ്രത്യേകിച്ച് നമുക്ക് ഒരാളെ സഹായിച്ചിട്ടൊന്നും ഉണ്ടായതല്ല. അപ്പം ഇനിയും ഇതൊക്കെ എടുത്ത് മാറ്റണതോ അല്ലെങ്കിൽ ഇത് നശിക്കണതോ ഒന്നും നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. പറ്റാവുന്ന സാധനങ്ങളൊക്കെ പൊക്കി വെച്ചു. കൂടുതൽ ഇതൊന്നും ആവല്ലേന്ന് എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഞാനും പ്രാർത്ഥിക്കുന്നു.